കച്ചിയുടെ കൂടെ നെല്ല് നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഇതാദ്യമായാണ്. ഏതായാലും നമ്മൾ ഈ വീണ് കിടക്കുന്ന നെല്ല് കൊയ്യും. എങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റിസൾട്ട് നമുക്ക് നോക്കാം. ഈ പ്രാവശ്യവും നെല്ല് നഷ്ടപ്പെടുന്നുണ്ട്. ഇവര് മുമ്പ് കൊയ്തിരുന്ന പാലക്കാട്, ആസാം എന്നീ സ്ഥലങ്ങളിലെ പോലെ നിരയൊത്ത് ഞാറ് നടാത്തത് കൊണ്ടും തിങ്ങി വളരുന്നത് കൊണ്ടും മെഷീൻ ഒരുപാട് ലോഡ് ഉണ്ടാകുമെന്ന് ഓപ്പറേറ്റർ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളിൽ നിറച്ച് ഉയർന്ന ഒരു പ്രദേശത്തേക്ക് നെല്ല് കൊണ്ടിടാനാണ് പ്ലാൻ. മെഷീൻ റെഡിയാക്കിയിട്ട് ഇനി ഓട്ടമാകാമെന്നായി. അതോടെ ഈ പാവപ്പെട്ടവരുടെ പണിയും പോയി. ഈ വ്യത്യസ്തമായ സാഹചര്യത്തിനനുസരിച്ച് സെറ്റിംഗിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മതി എന്നായി സർവീസ് സെന്റർ. അപ്രതീക്ഷിതമായ ഒരു മഴ പെയ്തു. തന്റെ മൂടിയതിനു ശേഷം ഒറ്റപ്പെട്ടു പോയ ഒരാളെ സഹായിക്കുകയാണ് അച്ചാച്ചി അവിടെ. ഞാൻ ഇവിടെ നിന്നോളം പറഞ്ഞു. തിരിച്ച് വീട്ടിലെത്തി ഒന്ന് കുളിച്ചപ്പോഴേക്കും വീണ്ടും കോൾ വന്നു. മണ്ണ് വെട്ടുന്ന തൂമ്പകൾ പാടത്തൊന്നെത്തിക്കാനായിരുന്നു കോൾ. മഴ തോർന്നെങ്കിലും നെല്ല് നനഞ്ഞു കിടക്കുന്നതിനാൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നെല്ല് നനഞ്ഞ നിലയിൽ കൊയ്തെടുക്കേണ്ടി വരും. അതേപോലെ തന്നെ കണ്ടത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ അത് ഒഴുക്കി വിടാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഉണ്ണിച്ചേട്ടനും അമ്പാടിച്ചേട്ടനും ആ ശ്രമകരമായ ജോലികളിലാണ്. അപ്പോഴാണ് ഞാൻ ഈ നിരയൊത്ത പോസ്റ്റുകൾ ശ്രദ്ധിച്ചത്. കണ്ണെത്താത്ത ദൂരം അവ ഇങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുകയാണ്. തകഴി മുതൽ മുക്കട വരെ ഞാൻ കണ്ടു. ബാക്കി എനിക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ സാംസങ് നമ്മളെ അതിന് സഹായിച്ചു. ഇവന്മാരുടെ സ്പീഡ് റാമ്പ് എങ്ങനെയുണ്ട് ഗൈസ്? പാടത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ വീട്ടുകാർക്ക് കിട്ടുന്ന ഒരു വ്യൂസ് ഉണ്ടല്ലോ, അടിപൊളി വ്യൂസ് ആയിരിക്കും. ഐ മീൻ ഈ പാടത്തേക്കുള്ള വ്യൂ. ഇതൊരു ഉയർന്ന കണ്ടമാണെങ്കിലും ചെറിയൊരു മഴയിൽ തന്നെ ഇത്രയും വെള്ളം വന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവരെ സഹായിച്ചു. ഇങ്ങനെ കച്ചി മാറ്റി മാത്രമല്ല, അതിനുശേഷം എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ തിരിച്ചു മടങ്ങി.